നമസ്കാരം. നോക്കാം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. ആശാവർക്കർമാരുടെ ക്ലിഫ് ഹൌസ് ഉപരോധത്തിൽ സംഘർഷം. ബാരിക്കേഡിന് മുകളിൽ കയറിയ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. ജലപീരങ്കി പ്രയോഗിച്ച് പോലീസ്. നാളെ സംസ്ഥാന വ്യാപക പ്രതിഷേധം നടത്തുമെന്ന് ആശമാർ. PM ശ്രീ പദ്ധതിയിലെ എതിർപ്പ് മന്ത്രിസഭാ യോഗത്തിൽ ഉന്നയിച്ചു CPI. ഫണ്ട് വാങ്ങിയാലും ദേശീയ നയം നടപ്പാക്കില്ല എന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ വാദം തള്ളി ബിനോയ് വിശ്വം. ഫണ്ട് വാങ്ങിയാൽ പദ്ധതി നടപ്പാക്കേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ്. BJPയുടെ വർഗീയ രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കാനുള്ള അജണ്ടയെന്ന് VD സതീശൻ. ശബരിമലയിൽ ദർശനം നടത്തി രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഇരുമുടിക്കെട്ടുമായി 18ാം പടി കയറി. സന്നിധാനത്ത് പൂർണ്ണ കുംഭം നൽകി സ്വീകരണം. നാളെ തിരുവനന്തപുരത്തും കോട്ടയത്തും പരിപാടികൾ. സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡും ജീവനക്കാരും ആർക്കോ വേണ്ടി പ്രവർത്തിച്ചുവെന്നും രേഖകളിൽ അട്ടിമറിയെന്നും പ്രത്യേക അന്വേഷണ സംഘം. സ്വർണ്ണപ്പാളി അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയതിന്റെ രേഖകൾ ഉൾപ്പെട്ട മിനിറ്റ്സ് SIT പിടിച്ചെടുത്തു. ബോർഡിന്റെ പങ്ക് നിഷേധിച്ച് പ്രസിഡന്റ് PS പ്രശാന്ത്. ബോർഡ് അംഗങ്ങളെ ചവിട്ടി പുറത്താക്കണമെന്ന് VD സതീശൻ. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ 631 പോയിന്റുമായി തിരുവനന്തപുരം മുന്നിൽ. കണ്ണൂർ തൊട്ടു പിന്നിൽ. തൃശൂരും കോഴിക്കോടും 3ാം സ്ഥാനത്ത്. ആശാവർക്കർമാരുടെ ക്ലിഫ് ഹൌസ് ഉപരോധത്തിൽ സംഘർഷം. ബാരിക്കേഡിന് മുകളിൽ കയറി പ്രവർത്തകർ പ്രതിഷേധിച്ചു. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. സംഘർഷത്തെ തുടർന്ന് ആശമാരെ അറസ്റ്റ് ചെയ്ത് നീക്കി. MA ബിന്ദു, S മിനി അടക്കമുള്ള പ്രവർത്തകരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയത്. നാളെ സംസ്ഥാന വ്യാപക പ്രതിഷേധം നടത്തുമെന്ന് ആശമാർ അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ദേവിക ചന്ദ്രൻ ചേരുകയാണ്. ദേവിക, സഹനം അണ പൊട്ടുന്നത് അതാണ് നമ്മൾ ഇന്ന് ക്ലിഫ് ഹൌസിന് മുന്നിൽ കണ്ടത്. പ്രതിഷേധം ഇവിടെ അവസാനിക്കുന്നില്ല, ഇനിയും കടുപ്പിക്കും എന്ന് തന്നെയല്ലേ അവർ പറയുന്നത്? തീർച്ചയായിട്ടും ശ്രീജ, തൽക്കാലം ക്ലിഫ് ഹൗസ് മാർച്ച് ഇവിടെ അവസാനിക്കുകയാണ്. കസ്റ്റഡിയിലെടുത്ത ഈ ആശാപ്രവർത്തകരുടെ അറസ്റ്റ് രേഖപ്പെടാതെ ഇപ്പോൾ തന്നെ അവരെ വിടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഉറപ്പിന്മേലും പോലീസ് മുഖാന്തരം ഈ മുഖ്യമന്ത്രിയുമായി ഒരു കൂടിക്കാഴ്ചയ്ക്ക് അവസരം ഒരുക്കുമെന്ന് കിട്ടിയ ഉറപ്പിന്മേലുമാണ് ഇപ്പോൾ ഇവിടെ നിന്ന് താൽക്കാലികമായി ഈ ആശാപ്രവർത്തകർ പിരിഞ്ഞു പോകുന്നത്. 256ാമത്തെ ദിവസമാണ് ശ്രീജ ഇത്തരത്തിൽ ഇവരൊരു സമരവുമായി, ഇനി മുഖ്യമന്ത്രിയുമായി നേരിട്ട് കണ്ടിട്ട് സമരം അവസാനിപ്പിക്കാം എന്ന തീരുമാനവുമായി ഇവർ മുന്നോട്ട് വരുന്നത്. എന്തായാലും ഈ ഒരു ഇത്രയും രാവിലെ 11 മണിക്ക് തുടങ്ങിയ സമരമാണ്. ആ ഒരു സമരമാണ് ഈ ഒരു സമയം വരെയും ഇത്തരത്തിൽ മഴയും വെയിലും ഒക്കെ അതിജീവിച്ച് ഈ സമരം ഇങ്ങനെ മുന്നോട്ട് പോവുകയായിരുന്നു. എന്തായാലും 255 ദിവസം കഴിഞ്ഞ സമര വീര്യത്തോടെയാണ് ഇത്തരത്തിൽ 256ാമത്തെ ദിവസം ഇവർ സമരവുമായി മുന്നോട്ട് വന്നത്. ശക്തമായിട്ടുള്ള സംഘർഷം ഇവിടെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. പോലീസും പ്രവർത്തകരും തമ്മിൽ വലിയ പ്രതിഷേധമാണ് ഉണ്ടായിരുന്നത്. എന്തായാലും തൽക്കാലം അതിനൊരു അവസാനം ആയിരിക്കുകയാണ്. ഈ സമരസമിതി നേതാക്കൾ അടക്കമുള്ളവരെ ഇത്തരത്തിൽ ഇവിടെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിരുന്നു. എന്നാൽ അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്താതെ അവരിപ്പോൾ നിലവിൽ പുറത്തുവിടുമെന്ന് പറഞ്ഞിരുന്നു. കുറച്ചു മുൻപ് VK സദാനന്ദൻ മാധ്യമങ്ങളെ കണ്ടിരുന്നു. അപ്പോഴാണ് ഈ കാര്യങ്ങളെല്ലാം വ്യക്തമാക്കിയത്. വരും ദിവസങ്ങളിലും സമരവുമായി, രാപ്പകൽ സമരവുമായി, അനിശ്ചിതകാല രാപ്പകൽ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് അവർ പറയുന്നത്. തൽക്കാലം ഇന്ന് ഈ ക്ലിഫ് ഹൗസ് മാർച്ച് ഇവിടെ അവസാനിക്കുന്നു എന്നേ ഉള്ളൂ. അടിസ്ഥാന ആവശ്യങ്ങളായ ഓണറേറിയം വർധനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉന്നയിച്ചാണ് ഇവരിവിടെ സമരം തുടങ്ങിയത്. ഈ സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരം തുടങ്ങിയത്. നമുക്കറിയാം, മഹാസംഗമങ്ങളും മറ്റ് അനവധി പ്രതിഷേധ സദസ്സുകളും ഒക്കെ ഈ ആശാപ്രവർത്തകർ മുന്നോട്ട് വച്ചിരുന്നു. ആ സമരത്തിലൊക്കെ വലിയ പങ്കാളിത്തമാണ് ഉണ്ടായിരുന്നത്. ആ ഒരു പങ്കാളിത്തം തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ. ചേച്ചി, തൽക്കാലം സമരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വരും ദിവസങ്ങളിൽ സമരം നമ്മുടെ പ്രവർത്തകരെയൊക്കെ ഇപ്പോൾ വിട്ടുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഇത് വെച്ചാണ് ഞങ്ങൾ സമരം. പക്ഷേ സെക്രട്ടേറിയറ്റിലെ സമരം ഞങ്ങൾ ഇതില്ല. ഇപ്പോൾ ക്ലിഫ് ഹൗസ് സമരം മാത്രമേ ഞങ്ങൾ തൽക്കാലം മാറ്റി വെച്ചിട്ടുള്ളൂ. പക്ഷേ മുഖ്യമന്ത്രിയെ കാണാൻ അടുത്ത് തന്നെ ഒരു ദിവസം അപ്പോയിൻമെൻറ്റ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പേരിലാണ് നമ്മൾ. പക്ഷേ മുഖ്യമന്ത്രി ഒന്ന് ആലോചിക്കാനുള്ള എത്രയും പെട്ടെന്ന് അതിനുള്ളൊരു സന്ദർഭം ഉണ്ടാക്കി. ഇന്ന് അരമണിക്കൂർ കൊണ്ട് തീർക്കേണ്ട ഒരു പ്രശ്നത്തിനെയാണ് ഇത്രത്തോളം വഷളാക്കിയത്. അതുകൊണ്ട് ഞങ്ങൾ കൂടുതലൊന്നും പറയുന്നില്ല. മുഖ്യമന്ത്രി എന്താണെന്ന് വെച്ചാൽ തീരുമാനം. പക്ഷേ ഞങ്ങളെ പ്രവർത്തകരെ ഒന്നും ചെയ്ത് ഞങ്ങൾക്ക് ഇപ്പം വിട്ടുകിട്ടണം. ഈ പിടിച്ചെടുത്ത സാധനങ്ങളൊക്കെ തിരിച്ചു തരുമെന്നൊന്നും പറഞ്ഞിട്ടില്ല. പിടിച്ചെടുത്ത സൗണ്ട് ബോക്സ് അടക്കമുള്ള കാര്യങ്ങൾ തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പ്രൊസീജിയർ അനുസരിച്ച് തരാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാം തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞങ്ങളുടെ പ്രവർത്തകരെ ഇപ്പോൾ വിട്ടു തരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ സമരപന്തൽ സെക്രട്ടേറിയറ്റിന് നാളെ തന്നെ ഉണ്ടാവും. ഇല്ലെങ്കിൽ ഞങ്ങൾ നേരെ പോലീസ് സ്റ്റേഷനിൽ പോകും.
അതുതന്നെയാണ് ശ്രീജ അവർ പറയുന്നത്. തൽക്കാലം തങ്ങളുടെ സഹപ്രവർത്തകരെ വിട്ടുകിട്ടുന്നത് കൊണ്ട് തന്നെ ഈ സമരം അവരിവിടെ അവസാനിപ്പിക്കുകയാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ മുഖ്യമന്ത്രിയുമായി ഒരു കൂടിക്കാഴ്ച സാധ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് ഈ ആശാപ്രവർത്തകർ ഇവിടെ നിന്നും മടങ്ങുന്നത്. ശ്രീജ, ദേവിക ഈ പറഞ്ഞതുപോലെ പ്രതിഷേധം ശക്തമാക്കും എന്ന് പറയുന്നു. നാളെ സംസ്ഥാന വ്യാപകമായ പ്രതിഷേധം ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അത് ഉണ്ടാകുമോ അതോ സെക്രട്ടേറിയറ്റിൽ മാത്രമായിരിക്കുമോ പ്രതിഷേധം? സംസ്ഥാന വ്യാപകമായ പ്രതിഷേധവുമായി ഇവർ മുന്നോട്ട് പോകും. കാരണം കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് വലിയ സംഘർഷമാണ് പോലീസും പ്രവർത്തകരും തമ്മിൽ ഇവിടെ ഉണ്ടായത്. ഈ ഒരു സംഘർഷത്തിൽ പോലീസുകാർക്കും ഈ ആശാപ്രവർത്തകർക്കും ഒരുപോലെ പരുക്ക് പറ്റിയിരുന്നു. ഇവരുടെ ഈ സൗണ്ട് സെറ്റും മൈക്ക് സെറ്റും അടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ നിന്നും മാറ്റാൻ വേണ്ടി ഇത്തരത്തിലൊരു ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. അതിവിടെ നിന്ന് കൊണ്ടുപോകുന്നതിനെതിരെയായിരുന്നു അത്തരത്തിലൊരു പ്രതിഷേധവുമായി, അതായത് പോലീസിന്റെ ഔദ്യോഗിക വാഹനം തടയുന്ന തരത്തിലേക്ക് ഈ ഒരു പ്രതിഷേധം വളർന്നത്. പക്ഷേ ആ ഒരു സമയത്തും സ്ത്രീകൾ എന്ന പരിഗണന പോലും ലഭിക്കാതെയാണ് തങ്ങൾക്കെതിരെ പോലീസ് ഒരു പ്രതിരോധം തീർത്തതെന്ന് തന്നെയാണ് ആശാപ്രവർത്തകർ പറഞ്ഞത്. കാരണം അതിൽ അനേകം പേരുടെ വസ്ത്രങ്ങൾ ഉൾപ്പെടെ കീറി വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒരുപാട് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പക്ഷേ പോലീസുകാർക്കും ഒരുപോലെ പരിക്കേറ്റിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധ പരിപാടികൾ ഉണ്ടാകും. CP ജോൺ ഉൾപ്പെടെയുള്ളവരെ ഇത്തരത്തിൽ ഈ പോലീസ് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോയിരുന്നു. എന്തായാലും നിലവിൽ ഇവരുടെ ഒന്നും അറസ്റ്റ് രേഖപ്പെടുത്താതെ തിരികെ വിടുന്നത് കൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ ഇന്ന് ഇവിടെ ഈ ക്ലിഫ് ഹൗസ് മാർച്ച് മാത്രമാണ് സമാപിക്കുന്നത്. മുൻ നിശ്ചയിച്ച പ്രകാരം മറ്റെല്ലാ പ്രതിഷേധ പരിപാടികളും വരും ദിവസങ്ങളിൽ ഉണ്ടാകും. ശ്രീജ. ശരി ദേവിക, എന്തായാലും ആശാ വർക്കർമാരുടെ ക്ലിഫ് ഹൗസ് ഉപരോധം അത് സമാപിച്ചിരിക്കുകയാണ്. പക്ഷേ വരും ദിവസങ്ങളിൽ ഉപരോധം അല്ലെങ്കിൽ പ്രതിഷേധം കടുപ്പിക്കും എന്നാണ് അവർ പറയുന്നത്. പക്ഷേ മുഖ്യമന്ത്രിയുമായി ഒരു ചർച്ചയ്ക്ക് വഴിത്തിരിവുണ്ടായിട്ടുണ്ട്. അതുണ്ടാകുമ്പോൾ അതിനുശേഷം ഉള്ള തീരുമാനത്തിനനുസരിച്ചായിരിക്കും പ്രതിഷേധങ്ങൾ നടക്കുക എന്നുള്ള വിവരവും അവർ പങ്കുവയ്ക്കുന്നുണ്ട്. വിവരങ്ങളുമായി ഇപ്പം ചേരുകയായിരുന്നു ദേവിക ചന്ദ്രൻ. ആശാപ്രവർത്തകരുടെ ക്ലിഫ് ഹൗസ് മാർച്ചിന് നേരെ ഉണ്ടായ പോലീസ് നടപടി അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ആശാപ്രവർത്തകരെ ശത്രുക്കളെ പോലെയാണ് സർക്കാർ നേരിടുന്നത്. മാർച്ചിന് നേരെ ജലപീരങ്കി പ്രയോഗിക്കുകയും സ്ത്രീകളെ ആക്രമിക്കുകയും ചെയ്തു. ചിലരുടെ വസ്ത്രങ്ങൾ വലിച്ചു കീറിയതായും പരാതിയുണ്ട്. സമര നേതാക്കളെയും സമരത്തിന് അനുഭാവം പ്രകടിപ്പിച്ച സ്ഥലത്തെത്തിയ UDF സെക്രട്ടറി CP ജോണിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തത് നീതീകരിക്കാനാകില്ല. ഫാസിസ്റ്റ് രീതിയിൽ സമരത്തെ നേരിടാനുള്ള നീക്കത്തിൽ നിന്ന് സർക്കാർ പിന്മാറണം. അനാവശ്യ പിടിവാശിയും ഈഗോയും വെടിഞ്ഞ് സർക്കാരും മുഖ്യമന്ത്രിയും ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. PM ശ്രീ പദ്ധതിയിലെ എതിർപ്പ് മന്ത്രിസഭാ യോഗത്തിൽ CPI മന്ത്രിമാർ ഉന്നയിച്ചു. അതിനിടെ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കില്ല എന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ വാദം തള്ളി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം രംഗത്തെത്തി. ഫണ്ട് വാങ്ങിയാൽ പദ്ധതി നടപ്പാക്കേണ്ടി വരുമെന്നും രണ്ടും തമ്മിൽ ബന്ധമുണ്ടെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ആരാണ് CPI എന്ന MV ഗോവിന്ദന്റെ പരാമർശത്തിന് അരാഷ്ട്രീയ ചോദ്യമെന്നാണ് ബിനോയ് വിശ്വത്തിന്റെ മറുപടി. PM ശ്രീ പദ്ധതിയിലെ എതിർപ്പ് ശക്തമാക്കുകയാണ് CPI. ഇടതുമുന്നണിയിൽ ചർച്ച ചെയ്യാതെ CPM ഏകപക്ഷീയമായി തീരുമാനമെടുക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് പാർട്ടി. മന്ത്രിസഭായോഗം ചേരുന്നതിന് മുൻപ് 4 മന്ത്രിമാരും സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ വീട്ടിൽ യോഗം ചേർന്നിരുന്നു. മന്ത്രിസഭയിൽ ഇക്കാര്യം ശക്തമായി ഉന്നയിക്കണമെന്ന് ബിനോയ് വിശ്വം നിർദ്ദേശിക്കുകയും ചെയ്തു. അതനുസരിച്ച് തന്നെ മന്ത്രിമാർ വിയോജിപ്പ് രേഖപ്പെടുത്തുകയും ചെയ്തു. എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നതെന്നാണ് CPI മന്ത്രിമാർ ചോദിച്ചത്. അതേസമയം എതിർപ്പ് എത്രയായാലും പദ്ധതിയുമായി മുന്നോട്ട് പോകുമെന്ന നിലപാടിലാണ് വിദ്യാഭ്യാസ മന്ത്രി. PM ശ്രീയിൽ ചേരുന്നതുകൊണ്ട് ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കില്ല എന്ന മന്ത്രി V ശിവൻകുട്ടിയുടെ വാദം തള്ളുകയാണ് CPI സംസ്ഥാന സെക്രട്ടറി. PM ശ്രീ ഫണ്ട് വാങ്ങിയാൽ പദ്ധതി നടപ്പാക്കേണ്ടി വരുമെന്നും രണ്ടും തമ്മിൽ ബന്ധമുണ്ടെന്നും ബിനോയ് വിശ്വം ചൂണ്ടിക്കാട്ടി. ഈ ഫണ്ടും NEP-യുമായിട്ട് ബന്ധമാണ്. NEP-യുടെ സ്കീം പൂർണ്ണമായി നടപ്പിലാക്കാതെ ഈ ഫണ്ട് കിട്ടില്ല എന്ന് അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനിടെ ആരാണ് CPI എന്ന MV ഗോവിന്ദന്റെ പരാമർശത്തിനും കൃത്യമായ മറുപടി നൽകുകയാണ് ബിനോയ് വിശ്വം. അത് പൂർണ്ണമായും ഒരു അരാഷ്ട്രീയ ചോദ്യമാണ്. അത്തരമൊരു അരാഷ്ട്രീയ ചോദ്യം ചോദിക്കാനുള്ള ആളല്ല CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി എന്നെനിക്കറിയാം. അതുകൊണ്ട് CPIM-ന്റെ സ്റ്റേറ്റ് സെക്രട്ടറിയുടെ രാഷ്ട്രീയ ആശയ നിലവാരത്തിൽ നിരക്കാത്ത ചോദ്യം ചോദിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇടതുമുന്നണി യോഗം ചേർന്ന വിഷയം ചർച്ച ചെയ്യാനാണ് CPM നീക്കം നടത്തുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. BJP-യുടെ വർഗീയ രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കാനുള്ള അജണ്ടയാണ് PM ശ്രീയിലുള്ളതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പദ്ധതിയിലെ അത്തരത്തിലുള്ള നിബന്ധനകൾ ഒഴിവാക്കി സർക്കാർ കേന്ദ്രത്തിന്റെ ഫണ്ട് വാങ്ങുന്നതിന് പ്രതിപക്ഷം എതിരല്ല എന്നും അദ്ദേഹം പറഞ്ഞു. ആദ്യം എന്താ പറഞ്ഞത്? ആരോഗ്യ വകുപ്പ്, ആയുഷ്മാൻ ഭവ ആരോഗ്യ, കേന്ദ്ര ഗവൺമെന്റിന്റെ പേരെഴുതാൻ വേറെ ആളെ നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. 1.5-2 കൊല്ലം അത് വാങ്ങിക്കായിരുന്നു. എന്നിട്ട് ഇപ്പൊ 2 കൊല്ലം കഴിഞ്ഞപ്പോ ഈ ആരോഗ്യമന്ത്രി അത് മേടിച്ചിട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ പേര് എല്ലാ ആശുപത്രിയിലും അവിടെ എഴുതിക്കൊണ്ടിരിക്കുക. 2 കൊല്ലത്തെ കാശ് പോയി.
അതാണ് നഷ്ടം ഉണ്ടായത്. ഇപ്പോ ആദ്യം എന്താ പറഞ്ഞത്, PM ശ്രീ നടക്കില്ല. അപ്പൊ എല്ലാവരും കൈയടിച്ചു, സഖാക്കന്മാരൊക്കെ കൈയടിച്ചു. ഭയങ്കര RSS വിരുദ്ധ പ്രഖ്യാപനം. ഇപ്പൊ CPM ഒറ്റയ്ക്കൊരു തീരുമാനം എടുത്ത് പോവാ. ആദ്യം CPM CPI തമ്മിൽ സെറ്റ് ചെയ്യണ്ടേ? CPI ഇന്നും പറഞ്ഞിരിക്കുകയാണ് ഇത് മേടിക്കാൻ പാടില്ല എന്ന കടുത്ത നിലപാട് അവരെടുത്തിരിക്കുക. കോൺഗ്രസ് ഭരിച്ചിരുന്ന സംസ്ഥാനങ്ങൾ ഞങ്ങൾ ഭരണത്തിലെത്തിയതിനു ശേഷം ഞങ്ങൾ ഇത് സ്വീകരിച്ചിട്ടില്ല. അതിനു മുൻപ് കർണാടകത്തിൽ BJP ഗവൺമെന്റ് ഇരിക്കുമ്പോൾ അത് സ്വീകരിച്ചിട്ടുണ്ട്. തെലങ്കാനയിൽ ചന്ദ്രശേഖർ റാവു ഗവൺമെന്റിന്റെ ഇത് സ്വീകരിച്ചിട്ടുണ്ട്. ഞാൻ ഇന്നലെ 2 ഹൈദരാബാദിലും ബാംഗ്ലൂരിലും വിളിച്ച് ഇത് അന്വേഷിച്ചു. ഇത് ഒരുപാട് നിബന്ധനകൾ ഇതിനകത്തുണ്ട്. അതായത് BJPയുടെ ഒരു രാഷ്ട്രീയം, വർഗീയ രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കാനുള്ള അജണ്ടയുണ്ട്. PM ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പാക്കണമെന്ന SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. കാലത്തിനൊപ്പം മാറണം. ദേശീയ വിദ്യാഭ്യാസ നയം മറ്റെല്ലാവരും നടപ്പാക്കുമ്പോൾ കേരളം മാത്രം എന്തിനു മാറി നിൽക്കണം? പിണറായി പറഞ്ഞാൽ മിണ്ടാതിരിക്കുന്ന പാർട്ടിയാണ് CPI എന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. കാലം മാറിക്കുന്നതും കാലം മാറി, പുതിയ കാലഘട്ടങ്ങൾ മാറി, പുതിയ തലമുറ വന്ന്, പുതിയ ശൈലി വന്ന്, ഇതൊക്കെ വന്ന് ആയുധങ്ങൾ രീതി മാറി, സ്വഭാവം മാറി, പ്രവർത്തന രീതി മാറി. ഇപ്പൊ കണ്ടില്ലേ, TVയും ട്വീറ്റും എല്ലാം വന്ന് ആളുകൾ നമ്മൾ പറയണതും മിണ്ടുന്നതും അപ്പ ആളുകൾ അറിയുന്ന സംവിധാനത്തേക്ക് ലോകം വരെ മാറി നിൽക്കുമ്പോൾ നമ്മളെന്തിനു മാറി നിൽക്കണം? ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കി എല്ലാവരും നടപ്പാക്കുന്നു എങ്കിൽ അതെന്തിനു കേരളം മാറി നിൽക്കുന്നു? കറുപ്പുടുത്ത് ഇരുമുടിക്കെട്ടുമായി 18-ാം പടി ചവിട്ടി അയ്യനെ ദർശിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു. സന്നിധാനത്ത് തന്ത്രിയുടെ നേതൃത്വത്തിൽ പൂർണ്ണ കുംഭം നൽകിയാണ് രാഷ്ട്രപതിയെ സ്വീകരിച്ചത്. രാവിലെ 8:45 പത്തനംതിട്ട പ്രമാടം ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങിയ രാഷ്ട്രപതി പ്രത്യേക വാഹനവ്യൂഹത്തിൽ 11 മണിയോടെ പമ്പയിലെത്തി. പുണ്യനദിയായ പമ്പയിൽ കാൽ കഴുകി പമ്പാ ഗണപതി ക്ഷേത്രത്തിലേക്ക്. ക്ഷേത്രം മേൽശാന്തി വിഷ്ണു നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രപതിക്കും സംഘത്തിനും ഇരുമുടിക്കെട്ട് നിറച്ചു നൽകി. രാഷ്ട്രപതിക്ക് പുറമെ ADC സൗരഭസ് നായർ, PSO വിനയ് മാത്തൂർ, രാഷ്ട്രപതിയുടെ മരുമകൻ ഗണേഷ് ചന്ദ്ര ഹോംബ്രാം എന്നിവരും പമ്പയിൽ നിന്നും കെട്ടുനിറച്ചു. ചടങ്ങുകൾ പൂർത്തിയാക്കി ഗൂർഖ ജീപ്പിൽ സ്വാമി അയ്യപ്പൻ റോഡിലൂടെ 20 മിനിറ്റുകൾ കൊണ്ട് രാഷ്ട്രപതി സന്നിധാനത്തെത്തി. കന്നിമാളികപ്പുറമായി 18-ാം പടി ചവിട്ടി ഭഗവത് സന്നിധിയിലേക്ക്. സന്നിധാനത്ത് തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ നേതൃത്വത്തിൽ പൂർണ്ണകുംഭം നൽകി സ്വീകരിച്ചു. അയ്യപ്പനെയും ഉപദേവതകളെയും തൊഴുത രാഷ്ട്രപതി മാളികപ്പുറവും വാവരുസ്വാമി നടയും സന്ദർശിച്ചു. അയ്യപ്പ ദർശനത്തിനു ശേഷം ഇരുമുടിക്കെട്ടുകൾ പൂജിച്ച പ്രസാദവും രാഷ്ട്രപതി സ്വീകരിച്ചു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉപഹാരം മന്ത്രി VN വാസവൻ രാഷ്ട്രപതിക്ക് സമ്മാനിച്ചു. ദർശനം പൂർത്തിയാക്കി തിരികെ പത്തനംതിട്ടയിലെത്തിയ രാഷ്ട്രപതി 3:15 തിരുവനന്തപുരത്തേക്ക് മടങ്ങി. അമൃത ന്യൂസ്, പത്തനംതിട്ട. പത്തനംതിട്ട പ്രമാടത്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമു വന്നിറങ്ങിയ ഹെലികോപ്റ്ററിന്റെ ടയറുകൾ കോൺക്രീറ്റിൽ താഴ്ന്നു. രാഷ്ട്രപതിയുമായി കോപ്റ്റർ സുരക്ഷിതമായി ഇറങ്ങിയ ശേഷമായിരുന്നു ടയറുകൾ താഴ്ന്നത്. തുടർന്ന് പോലീസും ഫയർഫോഴ്സും ചേർന്ന് തള്ളി മുന്നോട്ട് നീക്കി. ഹെലികോപ്റ്റർ നിലയ്ക്കലിൽ ഇറക്കാനായിരുന്നു നേരത്തെ തീരുമാനിച്ചിരുന്നത്. എന്നാൽ കാലാവസ്ഥ പ്രതികൂലമായതിനാൽ പ്രമാടം ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് ഇറക്കിയത്. രാവിലെയോടെയായിരുന്നു ഹെലിപാഡ് നിർമ്മാണം പൂർത്തിയായത്. അതുകൊണ്ട് കോൺക്രീറ്റ് പ്രതലം ഉറച്ചിരുന്നില്ല. രാഷ്ട്രപതി യാത്ര ചെയ്ത ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തപ്പോൾ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടില്ല എന്ന് ജില്ലാ കളക്ടർ S. പ്രേംകൃഷ്ണൻ IAS. ചെറിയ തോതിൽ മാത്രമാണ് ടയർ താഴ്ന്നത്. സുരക്ഷാ പ്രശ്നമുണ്ടായിരുന്നുവെങ്കിൽ ഹെലികോപ്റ്റർ പറത്താനാകില്ലായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. കാര്യം എന്ന് വെച്ചാൽ അവര് ഇന്നലെ അവരുടെ തന്നെ ടീം വന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഈ H എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്താണ് ഹെലികോപ്റ്റർ നോർമലി ലാൻഡ് ചെയ്യേണ്ടത്. അവിടെ നമ്മൾ കോൺക്രീറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ അതൊരു സേഫ്റ്റി എന്നുള്ള രീതിയിൽ നമ്മൾ ടോട്ടൽ ഏരിയ കോൺക്രീറ്റ് ചെയ്തു. കോൺക്രീറ്റ് ചെയ്തപ്പോൾ സെന്റർ പോർഷൻ ആണ് നമ്മൾ ആദ്യം കോൺക്രീറ്റ് ചെയ്യുന്നത്. അതിനുശേഷം ബാക്കിയുള്ള പോർഷൻസ് കോൺക്രീറ്റ് ചെയ്ത് പോകുന്നു. അതാണ് ചെയ്തത്. ഇവിടെ ആദ്യം കോൺക്രീറ്റ് ചെയ്തു ഇതാണെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഫസ്റ്റ് കോൺക്രീറ്റ് ചെയ്ത അടുത്താണ് ഫസ്റ്റ് ഇത് ലാൻഡ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം കോൺക്രീറ്റ് ചെയ്ത സ്ഥലത്ത് 2 ഹെലികോപ്റ്റേഴ്സ് ലാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പം 2ഉം 3ഉം ഈ ഫസ്റ്റ്
ഹെലിപ്പാഡിനെ കാട്ടി താമസിച്ചാണ് കോൺക്രീറ്റ് ചെയ്തത്. അവിടെ രണ്ടിടത്തും നമ്മൾ ലാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സ്റ്റെബിലിറ്റിയുടെ യാതൊരു ഇഷ്യൂസും ഉണ്ടായിട്ടില്ല. ഇവിടെ ഉണ്ടായ ഒരു ചെറിയ വിഷയം എന്ന് പറയാൻ പറ്റില്ല. ഇവര് ലാൻഡ് ചെയ്ത എച്ചിനെ കാട്ടി കുറച്ചുകൂടെ പുറകോട്ടേക്കായിരുന്നു ലാൻഡ് ചെയ്ത്. ടെയിൽ എൻഡ് കുറച്ചേക്ക് പുറകോട്ട് വന്നു. ആ പുറകോട്ട് വന്നപ്പോൾ ഫ്രഷ് കോൺക്രീറ്റ് ആയതുകൊണ്ട് തന്നെ ഒരു ഡിപ്രഷൻ എന്ന് പോലും പറയാൻ പറ്റില്ല. 1/2 ഇഞ്ചിന്റെ ഭാഗത്ത് എന്തോ ചെറിയൊരു സിങ്കിങ് വന്നു എന്നുള്ളത്. അപ്പൊ അതിന്റെ തന്നെ ക്യാപ്റ്റൻ അടക്കമുള്ള ആൾക്കാരാണ് വന്ന് പറഞ്ഞത് അതൊന്ന് ബിക്കോസ് ഹെലികോപ്റ്റർ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് എടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് തന്നെ നമ്മുടെ ക്രൂവിന്റെ അടുത്ത് തള്ളി അത് എച്ചിലേക്ക് മൂവ് ചെയ്യാൻ പറഞ്ഞു. അത് നമ്മുടെ പോലീസ് അടക്കമുള്ള ആൾക്കാരെല്ലാം ചേർന്ന് എച്ചിലേക്ക് മൂവ് ചെയ്ത് കൊടുത്തു. ഇത്രയാണ് സംഭവിച്ചിരിക്കുന്നത്. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ SITയുടെ അന്വേഷണം ദേവസ്വം ബോർഡിലേക്കും ജീവനക്കാരിലേക്കും നീങ്ങുന്നതിനിടെ ബോർഡിന്റെ പങ്ക് നിഷേധിച്ച പ്രസിഡന്റ്. സ്വർണ്ണപ്പാളി അറ്റകുറ്റപ്പണികൾക്കായി 2019 കൊണ്ടുപോയതിന്റെ രേഖകൾ അടങ്ങിയ മിനിറ്റ്സ് അന്വേഷണ സംഘം പിടിച്ചെടുത്തിട്ടുണ്ട്. വിശദമായ രേഖകൾ ദേവസ്വം ബോർഡ് SIT ഉദ്യോഗസ്ഥർക്ക് കൈമാറുന്നില്ല എന്നും ആരോപണമുണ്ട്. പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ സമർപ്പിച്ച ആദ്യ റിപ്പോർട്ടിൽ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് കൂടുതൽ ദുരൂഹതകളാണ് പുറത്തുവരുന്നത്. ദേവസ്വം ഭരണസമിതിക്കും ജീവനക്കാർക്കും ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനാകില്ലെന്നും കവർച്ചയുമായി ബന്ധമുണ്ടോ എന്ന സംശയവും SIT ചൂണ്ടിക്കാട്ടുന്നു. സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡും ജീവനക്കാരും ആർക്കോ വേണ്ടി പ്രവർത്തിച്ചു എന്നാണ് SIT റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. രേഖകളിൽ പോലും അട്ടിമറി വ്യക്തമെന്നാണ് SIT ഹൈക്കോടതിയിൽ അറിയിച്ചിട്ടുള്ളത്. അതിനിടെ 2019 ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സ് പ്രത്യേക അന്വേഷണ സംഘം പിടിച്ചെടുത്തു. സ്വർണം പൂശാൻ തീരുമാനമെടുത്ത യോഗത്തിലെ വിവരങ്ങൾ അടക്കമുള്ള കാര്യങ്ങളാണ് പിടിച്ചെടുത്ത മിനിറ്റ്സിലുള്ളത്. സ്വർണ്ണപ്പാളികൾ കൈമാറ്റം ചെയ്തതിൽ നിലവിലെ പ്രസിഡന്റ് PS പ്രശാന്തും SITയുടെ അന്വേഷണ പരിധിയിലാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശില്പപാളികളും താങ്ങുപീഠവും കൈമാറാൻ PS പ്രശാന്ത് നിർദ്ദേശം നൽകിയതായി SIT ചൂണ്ടിക്കാട്ടിയിരുന്നു. സ്വർണ്ണക്കൊള്ളയ്ക്ക് കൂട്ടുനിന്ന ദേവസ്വം ഉന്നതർ മുതൽ താഴേക്കുള്ള എല്ലാ ഉദ്യോഗസ്ഥരുടെയും പങ്ക് SIT അന്വേഷിക്കണമെന്നും ഗൂഢാലോചന, അധികാര ദുർവിനിയോഗം, ചുമതലയിൽ നിന്നുള്ള വ്യതിചലനം എന്നിവയും പുറത്തു കൊണ്ടുവരണമെന്നാണ് കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇതോടെ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡും ഭരണസമിതിയും അടക്കം പ്രതിക്കൂട്ടിലാകുകയാണ്. അതേസമയം തനിക്ക് പിഴവ് പറ്റിയിട്ടില്ലെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ് PS പ്രശാന്ത്. നവംബറിൽ കാലാവധി അവസാനിക്കുന്ന ഈ ദേവസ്വം ഭരണസമിതിക്ക് വീണ്ടും നീട്ടി നൽകാനുള്ള സർക്കാർ നീക്കത്തിനും ഈ അന്വേഷണ റിപ്പോർട്ട് തിരിച്ചടിയാവുകയാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ പുറത്താക്കണമെന്നുമുള്ള പ്രതിപക്ഷത്തിന്റെ ആവശ്യത്തിന് അടിവരയിടുന്ന ഗുരുതരമായ പരാമർശങ്ങളാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ ചവിട്ടിപ്പുറത്താക്കണമെന്നും മന്ത്രി VN വാസവൻ രാജിവെക്കണമെന്നും VD സതീശൻ ആവശ്യപ്പെട്ടു. ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയിൽ ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ അടക്കം പുറത്താക്കണമെന്നുള്ള പ്രതിപക്ഷത്തിന്റെ ആവശ്യം, ഡിമാൻഡ്, അതിനെ ശരിവെക്കുന്ന തരത്തിൽ അടിവരയിടുന്ന ഗുരുതരമായ പരാമർശങ്ങളാണ് ഹൈക്കോടതി ഇന്നലെ നടത്തിയിരിക്കുന്നത്. ഞങ്ങൾ പറഞ്ഞതെല്ലാം ശരിയാണ്. 2019 വ്യാജ പാളിയുണ്ടാക്കി, ചെമ്പുപാളിയുണ്ടാക്കി ഒറിജിനലായിട്ടുള്ള ദ്വാരപാലക ശില്പം കോടീശ്വരന്മാർക്ക് വിറ്റ കഴിഞ്ഞ ഭരണസമിതി അതിന്റെ കുറ്റക്കാരായിട്ട് ഇപ്പോൾ പ്രതിപ്പട്ടികയിൽ വന്നിരിക്കുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ദേവസ്വം ബോർഡിലെ അഴിമതിക്കും സ്വർണ്ണക്കൊള്ളയ്ക്കുമെതിരെ വൈക്കത്ത് ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസിലേക്ക് ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ ഭക്തജന മാർച്ച് നടത്തി. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള CBI അന്വേഷിക്കുക, ദേവസ്വം ബോർഡിനെ പിരിച്ചുവിടുക, ദേവസ്വം ക്ഷേത്രഭരണം സർക്കാർ വിട്ടൊഴിയുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. ഹിന്ദു ഐക്യവേദി താലൂക്ക് പ്രസിഡന്റ് S അപ്പു അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ES ബിജു ധർണ ഉദ്ഘാടനം ചെയ്തു. BJP സംസ്ഥാന കമ്മിറ്റി അംഗം PK ബിജുകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ഗുരുവായൂർ ദേവസ്വം ഓഡിറ്റ് റിപ്പോർട്ടിൽ വിലപിടിപ്പുള്ള ക്ഷേത്രവസ്തുക്കൾ കാണാനില്ല എന്ന് കണ്ടെത്തൽ. 2000 കിലോ ഭാരമുള്ള ഉരുളി, ആനക്കൊമ്പ്, മഞ്ചാടിക്കുരു തുടങ്ങിയവയുടെ കണക്കിലാണ് അവ്യക്തത. സംഭവം വിവാദമായതിനു പിന്നാലെ ആരോപണം അടിസ്ഥാനരഹിതമെന്ന് ഗുരുവായൂർ ദേവസ്വം വ്യക്തമാക്കി. ഗുരുവായൂർ ക്ഷേത്രത്തിലെ സ്വർണം ഉൾപ്പെടെ വിലപിടിപ്പുള്ള വസ്തുക്കൾ നടപടിക്രമങ്ങൾ പാലിക്കാതെ കൈകാര്യം ചെയ്തതായി സംസ്ഥാന ഓഡിറ്റ് വിഭാഗത്തിന്റെ റിപ്പോർട്ട്. SBI ഗോൾഡ് ഡിപ്പോസിറ്റ് സ്കീമിൽ നിക്ഷേപിച്ച സ്വർണം യഥാക്രമം പുതുക്കി വയ്ക്കാത്തതിനാൽ 79 ലക്ഷം രൂപ നഷ്ടം വന്നതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഭക്തർ നൽകിയ ചാക്കുകണക്കിനുള്ള മഞ്ചാടിക്കുരു കാണാതായി.
കുങ്കുമപ്പൂവ് രേഖകളിൽ ഉൾപ്പെടുത്തിയിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളും ഓഡിറ്റ് വിഭാഗം കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം ഓഡിറ്റ് വിഭാഗം ചൂണ്ടിക്കാണിച്ച ന്യൂനതകൾ പരിഹരിച്ചുവെന്നും ഇക്കാര്യങ്ങളിൽ വിശദമായ സത്യവാങ്മൂലം ഹൈക്കോടതിയിൽ നൽകിയിട്ടുണ്ടെന്നും ഗുരുവായൂർ ദേവസ്വം പ്രതികരിച്ചു. 2019 മുതൽ 2022 വരെയുള്ള കാലത്തെ ഓഡിറ്റ് റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. നടപടികളിലെ പിഴവാണ് റിപ്പോർട്ടിലുടനീളം ചൂണ്ടിക്കാണിക്കുന്നത്. ക്ഷേത്രത്തിൽ ലഭിക്കുന്ന വിലപിടിപ്പുള്ള വസ്തുക്കൾ അക്കൗണ്ട് ചെയ്യുന്നില്ല. പാലക്കാട് സ്വദേശി 2002 ക്ഷേത്രത്തിൽ നൽകിയ 2000 കിലോ തൂക്കം വരുന്ന 15 ലക്ഷം രൂപ വിലയുള്ള ഉരുളി കണക്കിൽ ചേർത്തിട്ടില്ല. പുന്നത്തൂർ ആനക്കോട്ടയിലെ ആനക്കൊമ്പ് ചെത്തിയതിൽ 530-ലധികം കിലോ കാണാനില്ലെന്ന വിവരവും ഓഡിറ്റ് റിപ്പോർട്ടിലുണ്ട്. അമൃത ന്യൂസ്, തൃശൂർ. ഫേസ്ബുക്ക് പോസ്റ്റുമായി ജി സുധാകരൻ തനിക്കെതിരെ സൈബർ ആക്രമണം തുടരുന്നുവെന്നും മുഖ്യമന്ത്രിക്ക് താൻ അയച്ച കവിത എന്ന പേരിൽ ഒന്ന് പ്രചരിക്കുന്നുവെന്നും സുധാകരൻ. തന്റെ പേരിൽ ക്രിമിനൽ സ്വഭാവമുള്ള പോസ്റ്റുകളുണ്ടെന്നും തന്നെ മനഃപൂർവ്വം അപമാനിക്കുകയാണെന്ന് പോസ്റ്റിൽ പറയുന്നു. ഇത് ഗുരുതര സൈബർ കുറ്റമാണെന്നും സൈബർ പോലീസ് ശ്രദ്ധിക്കണമെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. കൊച്ചിയിൽ ഫെഡറൽ ബാങ്കിൽ നിന്ന് 27 കോടി രൂപ തട്ടിയ പ്രതിയെ പിടികൂടി. ക്രൈംബ്രാഞ്ച് സംഘം അസമിൽ നിന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. 500-ലധികം പേരുടെ വ്യാജ പാൻ കാർഡ് തയ്യാറാക്കിയാണ് ഇയാൾ തട്ടിപ്പ് നടത്തിയത്. ഫെഡറൽ ബാങ്കിൽ നിന്നും 27 കോടി രൂപ തട്ടിയെടുത്ത ബോവൽഗിരി സ്വദേശിയായ ഷിറാജുൽ ഇസ്ലാമിനെയാണ് ക്രൈംബ്രാഞ്ച് സംഘം അസമിൽ നിന്നും പിടികൂടിയത്. 500-ലേറെ പേരുടെ വ്യാജ പാൻ കാർഡുകൾ തയ്യാറാക്കിയാണ് ഇയാൾ തട്ടിപ്പ് നടത്തിയത്. ഫെഡറൽ ബാങ്കിന്റെ സ്കാപ്പിയ ആപ്പ് വഴി വ്യാജരേഖകൾ സമർപ്പിച്ച് ലോൺ എടുത്തായിരുന്നു തട്ടിപ്പ്. ഇയാൾക്കു പിന്നിൽ വലിയ ക്രിമിനൽ സംഘം പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തൽ. 2023 മുതലാണ് ഈ സംഘം സജീവമായത്. 2024 27 കോടി തട്ടിയതിൽ ആദ്യമായി കേസ് രജിസ്റ്റർ ചെയ്തത്. എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലായിരുന്നു ആദ്യ കേസ്. ഫെഡറൽ ബാങ്കിന്റെ ലോൺ ആപ്പാണ് സ്കാപ്പിയ. സിബിൽ സ്കോർ കൂടുതലുള്ള ആളുകളെ തട്ടിപ്പ് സംഘം കണ്ടെത്തുന്നു. ഇതിനായി സാങ്കേതിക പരിജ്ഞാനമുള്ള ഒരു ടീം ഇവർക്കുണ്ട്. തുടർന്ന് ആളുകളുടെ അഡ്രസ് ഉപയോഗിച്ച് പാൻ കാർഡുകൾ ഉണ്ടാക്കും. ഫോട്ടോയിൽ മാത്രമേ വ്യത്യാസം വരുത്തുകയുള്ളൂ. തുടർന്ന് ഓൺലൈൻ വഴി ലോണിന് അപേക്ഷിക്കുകയാണ് ചെയ്തിരുന്നത്. നിരവധി ആളുകളുടെ പേരിൽ ഇത്തരം ലോണുകൾ എടുത്തിട്ടുണ്ട്. ആദ്യം ലോക്കൽ പോലീസ് അന്വേഷിച്ച കേസ് പിന്നീട് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുകയായിരുന്നു. ഏറ്റവും അധികം പണം തട്ടിയെടുത്ത ആളാണ് ഷിറാജുൽ ഇസ്ലാം. ഏകദേശം 4 കോടിയിലേറെ രൂപയാണ് ഇയാളുടെ അക്കൗണ്ടിലേക്ക് എത്തിയിട്ടുള്ളത്. 15 ദിവസത്തോളം അസമിൽ ക്യാമ്പ് ചെയ്താണ് ക്രൈംബ്രാഞ്ച് സംഘം അന്വേഷണം നടത്തിയത്. പ്രതിക്ക് അസമിൽ ആഡംബര ബംഗ്ലാവും ബിസിനസ്സുകളുമുണ്ട്. പ്രതിയുടെ വാഹനമടക്കം കൊച്ചിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. കേസിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന് ക്രൈംബ്രാഞ്ച് അറിയിച്ചു. അമൃത ന്യൂസ്, കൊച്ചി. തൃക്കാക്കര നഗരസഭ ഭരണസമിതിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കി CPM. കേരളത്തിൽ ഏറ്റവും അധികം തനത് വരുമാനം ലഭിക്കുന്ന നഗരസഭയായിട്ടും തൃക്കാക്കരയിൽ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല എന്നാണ് പ്രതിപക്ഷ ആരോപണം. 5 വർഷം ഭരണസമിതിക്കെതിരെ ഉണ്ടായ അഴിമതി ആരോപണങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ടായിരുന്നു പ്രതിഷേധം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ തൃക്കാക്കര നഗരസഭ ഭരണസമിതിക്കെതിരെ പ്രത്യക്ഷ സമരത്തിലേക്ക് CPM കടന്നിരിക്കുകയാണ്. നഗരസഭ ആസ്ഥാനം വളഞ്ഞുകൊണ്ടായിരുന്നു CPMന്റെ പ്രതിഷേധം. ഓണാഘോഷവുമായി ബന്ധപ്പെട്ട പണക്കിഴി വിവാദം, ഭക്ഷ്യക്കിറ്റ് അഴിമതി, പട്ടികജാതി വിഭാഗത്തിലെ കുട്ടികൾക്കായി ലാപ്ടോപ്പ് വാങ്ങിയതിലെ ക്രമക്കേട്, തോടില്ലാത്തിടത്ത് തോട് വൃത്തിയാക്കാൻ രേഖയുണ്ടാക്കിയത്, മാലിന്യ സംസ്കരണത്തിൽ വെട്ടിപ്പ്, കുടിവെള്ള പദ്ധതിയിലെ ക്രമക്കേട്, മരണപ്പെട്ടവരുടെ പേരിൽ പെൻഷൻ തുടങ്ങിയ ആരോപണങ്ങളാണ് CPM പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത്. മഹാബലി വന്നാൽ കയറാത്ത പ്രദേശമാക്കി ഭരണസമിതി തൃക്കാക്കരയെ മാറ്റിയെന്ന് CPM ജില്ലാ സെക്രട്ടറി S സതീഷ് പറഞ്ഞു. മഹാബലി വന്നാൽ കയറില്ലാത്ത ഒരു പ്രദേശമായി ഈ തൃക്കാക്കര നഗരസഭയും പ്രദേശവും ഇവർ മാറ്റി തീർത്തു. തൃക്കാക്കരയുടെ മഹിമ തകർത്തു. കോർപ്പറേഷനേക്കാളും വെല്ലുന്ന മുനിസിപ്പാലിറ്റിയാണ് യഥാർത്ഥത്തിൽ തൃക്കാക്കര മുനിസിപ്പാലിറ്റി എന്നുള്ളത്. തനത് വരുമാനം ഏറ്റവും കൂടുതലുള്ള നമ്മുടെ സ്റ്റേറ്റിലെ ഒന്നാമത്തേതെന്ന് വിശേഷിപ്പിക്കാൻ വിടാൻ കഴിയുന്ന മുനിസിപ്പാലിറ്റിയാണ് തൃക്കാക്കര. ഒരു വികസനവും ഇവർക്ക് നടപ്പാക്കാൻ കഴിഞ്ഞില്ല. 43 അംഗങ്ങളുള്ള നഗരസഭാ കൗൺസിലിൽ 17 LDF കൗൺസിലർമാരാണുള്ളത്. 5 സ്വതന്ത്രരും മുസ്ലിം ലീഗിന്റെ 5 അംഗങ്ങളും UDFിലുണ്ട്. പ്രതിപക്ഷം കൊണ്ടുവന്ന പ്രമേയത്തിന് ലീഗ് പിന്തുണ നൽകിയത് വാർത്തയായിരുന്നു. അടുത്ത തെരഞ്ഞെടുപ്പിൽ നഗരസഭ പിടിക്കാമെന്നാണ് LDF കണക്കുകൂട്ടുന്നത്. അമൃത ന്യൂസ്, കൊച്ചി. താമരശ്ശേരി അമ്പായത്തോട് മാലിന്യ സംസ്കരണ പ്ലാന്റിൽ കഴിഞ്ഞ ദിവസമുണ്ടായ സംഘർഷത്തിൽ DYFI നേതാവിനെ 1-ാം പ്രതിയാക്കി പോലീസ് കേസെടുത്തു. DYFI താമരശ്ശേരി ബ്ലോക്ക് പ്രസിഡന്റ് മെഹറൂഫിനെയാണ് 1-ാം പ്രതിയാക്കി FIR രജിസ്റ്റർ ചെയ്തത്. സ്ഥലത്ത് വൻ പോലീസ് സന്നാഹം ക്യാമ്പ് ചെയ്യുന്നുണ്ട്. പ്രദേശത്ത് ഹർത്താൽ തുടരുകയാണ്.
താമരശ്ശേരി അമ്പായത്തോട് അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലെ അക്രമവുമായി ബന്ധപ്പെട്ട് കണ്ടാലറിയാവുന്ന 300-ലധികം പേർക്കെതിരെ പോലീസ് കേസെടുത്തു. ഡിവൈഎഫ്ഐ താമരശ്ശേരി ബ്ലോക്ക് പ്രസിഡന്റ് മെഹറൂഫാണ് ഒന്നാം പ്രതി. 4 FIRകളാണ് കേസിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 30ഓളം പേർക്കെതിരെ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. അക്രമത്തിൽ പരിക്കേറ്റ റൂറൽ SP KE ബൈജു ഉൾപ്പെടെ 22 പോലീസുകാർ ആശുപത്രിയിലാണ്. പോലീസ് ലാത്തിചാർജും ടിയർ ഗ്യാസും ഗ്രനേഡും പ്രയോഗിച്ചതിനെ തുടർന്ന് പരിക്കേറ്റ സ്ത്രീകളും കുട്ടികളുമായി 28 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അക്രമത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. 4 പഞ്ചായത്തുകളിലെ 11 വാർഡുകളിലാണ് ഇന്ന് ഹർത്താൽ. സമാധാനപരമായ പ്രതിഷേധം ചിലർ ഹൈജാക്ക് ചെയ്ത് അക്രമം നടത്തുകയായിരുന്നെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് MA റസാഖ് പറഞ്ഞു. അവരായിരിക്കും അതിന് മുന്നിലുണ്ടാകുക, അല്ലാതെ നമ്മൾ തടഞ്ഞു ഒന്നല്ല. അവരായിരിക്കാം അത്രയും ഭീകരമായിരുന്നു രംഗം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ടിയർ ഗ്യാസ്, അതുപോലെ തന്നെ ഗ്രാനേഡ് മുതലായ എല്ലാ കാര്യങ്ങളും അപകടകരമായിട്ടുള്ള സംഗതികൾ അവിടെ നടന്നു. ഫ്രഷ് കട്ട് സ്ഥാപനത്തിന് മുമ്പിൽ നിർത്തിയിട്ട 13 വാഹനങ്ങൾ സമരക്കാർ അഗ്നിക്കിരയാക്കിയിരുന്നു. മാലിന്യ സംസ്കരണ പ്ലാന്റ് കത്തിച്ചതോടെ 9 കോടി രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്. പ്രതികളെ കസ്റ്റഡിയിലെടുക്കാനുള്ള ശ്രമം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. മാലിന്യ സംസ്കരണ പ്ലാന്റിലെ ദുർഗന്ധം കാരണം 5 വർഷത്തിലധികമായി പ്രദേശവാസികൾ സമരത്തിലാണ്. അമൃത ന്യൂസ്, കോഴിക്കോട്. കോഴിക്കോട് കട്ടിപ്പാറയിൽ പോലീസിനെതിരെ നടന്നത് ആസൂത്രിത ആക്രമണമെന്ന CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ. നാട്ടുകാർക്കിടയിൽ ചില ശക്തികൾ നുഴഞ്ഞു കയറിയാണ് പ്രശ്നമുണ്ടാക്കിയത്. അക്രമി സംഘത്തിൽ DYFIക്കാരടക്കം ഉണ്ടായിരുന്നുവെങ്കിൽ അവർക്കെതിരെയും നടപടി വേണം. പോലീസിനെതിരായ ആക്രമണം ഒരു തരത്തിലും അംഗീകരിക്കാനാകില്ലെന്നും സർക്കാർ ഇടപെട്ട് കർശന നടപടിയെടുക്കണമെന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു. കട്ടിപ്പാറയിലുണ്ടായിട്ടുള്ള ഒരു വളരെ ഭീകരമായൊരവസ്ഥ, അത് പോലീസിനെ ആക്രമിക്കുക ഒരു തരത്തിലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. പോലീസിനെ ആക്രമിച്ചാൽ ഇവിടെ ക്രമസമാധാനം സംരക്ഷിച്ച് ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കുന്ന ഒരു സേനാ വിഭാഗമാണ്. ആ സേനാ വിഭാഗത്തെ ആക്രമിക്കുന്ന ഒരു പ്രവണതയാണ് ഈ താമരശ്ശേരി കട്ടിപ്പാറ പഞ്ചായത്തിൽ കണ്ടിട്ടുള്ളത്. പക്ഷെ അത് അക്രമാസക്തമാകുന്നതിന് പിന്നിൽ ചില ശക്തികൾ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാണ്. 40 ദിവസത്തെ യൂറോപ്യൻ സന്ദർശനത്തിന് തുടക്കമിട്ട സ്വിറ്റ്സർലാൻഡിലെത്തിയ സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവിക്ക് സ്നേഹനിർഭരമായ വരവേൽപ്പ്. അമ്മയെ കാണാനും അനുഗ്രഹം ഏറ്റുവാങ്ങാനും ആയിരക്കണക്കിന് ആളുകളാണ് എത്തിയത്. അന്ധകാരത്തെ അകറ്റി മനസ്സിൽ കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും ദീപപ്രഭ ചൊരിഞ്ഞ് അമ്മയുടെ സ്വിറ്റ്സർലാൻഡ് സന്ദർശനം. 6 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ദീപാവലി ദിവസം തന്നെ അമ്മയെത്തിയപ്പോൾ സ്വിറ്റ്സർലാൻഡ് നിവാസികൾക്കെല്ലാം അത് അവിസ്മരണീയ നിമിഷങ്ങൾ സമ്മാനിച്ചു. ലോകശാന്തിക്കായുള്ള മന്ത്രം ഉരുവിട്ട് അമ്മയും അവർക്കൊപ്പം ചേർന്നു. സ്വിറ്റ്സർലാൻഡ് പാർലമെന്റ് അംഗവും ഹെഡ്സ്ലഡൻ ക്ലിനിക്കിലെ ന്യൂറോളജിസ്റ്റുമായ റെറ്റു അഗോസ്റ്റി, സ്വിറ്റ്സർലൻഡിലെ ഇന്ത്യൻ സ്ഥാനപതി മൃദുൽ കുമാർ, നടിയും സാമൂഹിക മാധ്യമങ്ങളിലെ താരവുമായ സോയി പാസ്റ്റൽ എന്നിവർ ചേർന്നാണ് അമ്മയെ ഹാരമണിയിച്ച് സ്വീകരിച്ചത്. സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും പ്രതീകമാണ് അമ്മയെന്ന് സ്വിറ്റ്സർലാൻഡ് ഇന്ത്യൻ സ്ഥാനപതി മൃദുൽ കുമാർ പറഞ്ഞു. ജാതിയുടെയും മതത്തിന്റെയും നിറങ്ങളുടെയും അതിർവരമ്പുകളില്ലാതെ നിർലോഭമായ സ്നേഹമാണ് അമ്മ പകരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. True, honest love liberates. And when we see Amma as this shining example of compassion and love, we see that her love holds no bounds. It does not see gender. It does not see color. It does not see races. This love is for everybody. മൂന്ന് ദിവസത്തെ സന്ദർശനത്തിന്റെ ഭാഗമായി അമ്മയുടെ നേതൃത്വത്തിൽ ധ്യാനം, ഭജന, ദർശനം എന്നിവ നടന്നു. അമ്മയെ കാണാനും സ്നേഹാലിംഗനം ഏറ്റുവാങ്ങാനുമായി നിരവധി പേരാണ് സ്വിറ്റ്സർലൻഡിൽ എത്തിയത്. തുടർന്ന് അമ്മ സ്പെയിനിലേക്ക് യാത്ര തിരിച്ചു.
അമൃത TV. ദേശീയ റാങ്കിങ്ങിൽ മികച്ച നേട്ടവുമായി അമൃത ആയുർവേദ മെഡിക്കൽ കോളേജ്. നാഷണൽ കമ്മീഷൻ ഫോർ ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിന് കീഴിലുള്ള ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ 2025-26 അധ്യയന വർഷത്തേക്ക് നടത്തിയ ആയുർവേദ കോളേജുകളുടെ റാങ്കിങ്ങിലാണ് ഈ നേട്ടം സ്വന്തമാക്കിയത്. ദേശീയ തലത്തിൽ 2ാം സ്ഥാനമാണ് അമൃത ആയുർവേദ മെഡിക്കൽ കോളേജിന് ലഭിച്ചത്. എ ഗ്രേഡ് കരസ്ഥമാക്കിയ സ്ഥാപനം കഴിഞ്ഞ വർഷത്തെ 13ാം സ്ഥാനത്ത് നിന്നാണ് ഈ നേട്ടത്തിലേക്ക് ഉയർന്നത്. മെഡിക്കൽ അസസ്മെന്റ് ആൻഡ് റേറ്റിംഗ് ബോർഡ് ഫോർ ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ നടത്തിയ പരിശോധനയിൽ അക്കാദമിക മികവ്, ഗവേഷണ നിലവാരം, ഭൗതിക സാഹചര്യങ്ങൾ, ഭരണനിർവഹണം തുടങ്ങിയ മാനദണ്ഡങ്ങൾ വിലയിരുത്തിയാണ് റാങ്കിംഗ് നിർണ്ണയിച്ചത്. കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന NCISM രാജ്യത്തുടനീളമുള്ള ആയുർവേദം, സിദ്ധ, യുനാനി, സൊവാറിഗ്പ ചികിത്സാ സമ്പ്രദായങ്ങളിലെ മെഡിക്കൽ വിദ്യാഭ്യാസവും പ്രാക്ടീസും നിയന്ത്രിക്കുന്ന സ്ഥാപനമാണ്. 20,000 കോടി രൂപയുടെ വികസനമാണ് കേരളത്തിൽ റെയിൽവേ നടപ്പാക്കുന്നത് എന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു. പെരിനാട് സ്റ്റോപ്പ് അനുവദിച്ച് മധുരൈ ഗുരുവായൂർ എക്സ്പ്രസ് ട്രെയിന് നൽകിയ സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മധുരയിൽ നിന്നെത്തി ഗുരുവായൂരിലേക്ക് പുറപ്പെട്ട ട്രെയിൻ ജോർജ് കുര്യൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. NK പ്രേമചന്ദ്രൻ MP, പനയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K രാജശേഖരൻ, തിരുവനന്തപുരം റെയിൽവേ ഡിവിഷണൽ മാനേജർ ദിവ്യകാന്ത് ചന്ദ്രകാർ എന്നിവർ പങ്കെടുത്തു. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ 631 പോയിന്റുമായി തിരുവനന്തപുരം മുന്നിലാണ്. കണ്ണൂരാണ് തൊട്ടു പിന്നിൽ. തൃശ്ശൂരും കോഴിക്കോടും 3ാം സ്ഥാനത്തുണ്ട്. ആതിര രാധാകൃഷ്ണൻ ചേരുകയാണ്. ആതിര, മത്സരങ്ങൾ ഇപ്പോഴും പുരോഗമിക്കുകയാണോ? ഏറ്റവും പുതിയ പോയിന്റ് നില എങ്ങനെയാണ്? അവിടെയുള്ള ആവേശം, മൊത്തത്തിൽ മത്സരങ്ങൾ എങ്ങനെ പുരോഗമിക്കുന്നു? ഈ കായികമേള ഒരു അവസാന ഘട്ടത്തിലേക്ക്, ഇന്നത്തെ മത്സരങ്ങളൊക്കെ തന്നെ ഏകദേശം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. പല മത്സരങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ഇന്ന് ഏതായാലും തിരുവനന്തപുരമാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. പോയിന്റ് നില നോക്കുമ്പോൾ 639 പോയിന്റോടുകൂടി തിരുവനന്തപുരമാണ് 1ാം സ്ഥാനത്ത് നിൽക്കുന്നത്. തൊട്ടു പുറകിൽ കണ്ണൂരുണ്ട്. 377 പോയിന്റുമായി കണ്ണൂരാണ് 2ാം സ്ഥാനത്ത്. 3ാം സ്ഥാനത്ത് കോഴിക്കോടുണ്ട്. 296 പോയിന്റോടുകൂടിയാണ് കോഴിക്കോട് 3ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത്. പക്ഷേ ഈ തിരുവനന്തപുരം 1ഉം 2ഉം സ്ഥാനങ്ങൾ നോക്കുമ്പോൾ ഈ പോയിന്റ് നില തമ്മിൽ വലിയൊരു അന്തരമുണ്ട്. തിരുവനന്തപുരത്തിന് 639 പോയിന്റ് എന്നിരിക്കുമ്പോൾ തൊട്ടടുത്ത് കണ്ണൂർ 377 പോയിന്റ് മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം അതിന്റെ ആധിപത്യം അവിടെ ഉറപ്പിച്ചു കഴിഞ്ഞു എന്ന് വേണം പറയാൻ. പക്ഷേ ഇതൊന്നും ആയില്ല. കാരണം ആദ്യ ദിവസം മത്സരങ്ങളിൽ തുടങ്ങിയ ഒരു ആദ്യ ദിവസം ആയതേ ഉള്ളൂ. ഇനി അത്ലറ്റിക് മത്സരങ്ങളൊക്കെ തന്നെ വരാനുണ്ട്. അടുത്ത ദിവസങ്ങളിൽ ഇനി നിരവധി മത്സരങ്ങളാണ് ബാക്കിയുള്ളത്. ആ മത്സരങ്ങളൊക്കെ കഴിയുമ്പോൾ ഇതിന്റെ ഒരു അവസാന ദിവസം മാത്രമേ നമുക്ക് ആരാണ് ഈ സ്വർണ്ണക്കപ്പിന് അവകാശിയാവുക, ആരാണ് ആ സ്വർണ്ണക്കപ്പ് നേടുക എന്നുള്ള കാര്യമൊക്കെ തന്നെ പറയാൻ സാധിക്കും. ഏതായാലും നിലവിൽ തിരുവനന്തപുരമാണ് മുന്നിൽ നിൽക്കുന്നത്. ഇന്ന് ഏതായാലും ഈ മത്സരങ്ങളൊക്കെ തന്നെ, ഇന്നുള്ള ഏകദേശം മത്സരങ്ങളൊക്കെ തന്നെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഗെയിംസ് ഇനത്തിൽ 16 മത്സരങ്ങളാണ് ഇന്ന് പൂർത്തിയായിട്ടുള്ളത്. അക്വാറ്റിക്സിൽ 24 മത്സരങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. ഇനിയൊരു 97 മത്സരങ്ങൾ കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ നിരവധി മത്സരങ്ങൾ ഇനിയും പൂർത്തിയാവാനുണ്ട്. ഇന്ന് പ്രധാനമായും ഭിന്നശേഷി വിഭാഗത്തിലുള്ള കുട്ടികൾക്കായുള്ള മത്സരങ്ങളാണ് നടന്നത്. ആ മത്സരങ്ങളൊക്കെ തന്നെ പൂർത്തിയായി. അതിൽ ധാരാളം വിജയികളും ഇതിനോടകം തന്നെ വിജയികളെയൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി വരും ദിവസങ്ങളിൽ അത്ലറ്റിക് മത്സരങ്ങൾ ഉൾപ്പെടെ, ഗ്ലാമർ ഇനങ്ങളായ അത്ലറ്റിക് മത്സരങ്ങൾ ഉൾപ്പെടെ നടക്കാനുണ്ട്. ബാഡ്മിന്റൺ മത്സരങ്ങൾ, ഇൻക്ലൂസീവ് വിഭാഗത്തിലെ ബാഡ്മിന്റൺ മത്സരങ്ങളൊക്കെ തന്നെ രാവിലെയോടുകൂടി ആരംഭിച്ചു. ഏകദേശം വൈകുന്നേരത്തോടുകൂടി അതിന്റെ ഉച്ചയ്ക്ക് ശേഷം അതിന്റെ സെമി ഫൈനൽ, ഫൈനൽ മത്സരങ്ങളൊക്കെ നടന്നു കഴിഞ്ഞു. മഴ ഒരു വില്ലനായി അല്പസമയം ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് മഴ മാറി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. അതുകൊണ്ട് തന്നെ ഔട്ട്ഡോറിൽ നടക്കുന്ന, ഗ്രൗണ്ടുകളിൽ നടക്കുന്ന മത്സരങ്ങളൊക്കെ തന്നെ അതിനുശേഷം അല്പസമയം മഴ മൂലം തടസ്സപ്പെട്ടെങ്കിലും പിന്നീട് വീണ്ടും മത്സരങ്ങളൊക്കെ തന്നെ നടത്തുകയുണ്ടായി. ഏതായാലും നിലവിൽ പോയിന്റ് നിലയിൽ തിരുവനന്തപുരം തന്റെ ആധിപത്യം തുടരുകയാണ്. തീർച്ചയായും എന്തായാലും ആദ്യത്തെ ദിവസം ഇന്നത്തെ മത്സരങ്ങളൊക്കെ പൂർത്തിയാകാൻ പോവുകയാണ്. തിരുവനന്തപുരത്തിൻ്റെ ഒരു ആധിപത്യം തന്നെയാണ് കാണാൻ സാധിക്കുന്നതെന്നാണ് ആതിര രാധാകൃഷ്ണൻ റിപ്പോർട്ട് ചെയ്യുന്നത്. കേന്ദ്ര സഹമന്ത്രിയും തൃശൂർ MP-യുമായ സുരേഷ് ഗോപി ദത്തെടുത്തൊരു പഞ്ചായത്തുണ്ട് തൃശൂർ. BJP ഭരിക്കുന്ന തൃശൂരിലെ ഏക പഞ്ചായത്ത്. അതാണ് അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത്. കഴിഞ്ഞ 10 വർഷമായി BJP അധികാരത്തിലിരിക്കുന്ന പഞ്ചായത്ത് പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ് പ്രതിപക്ഷ കക്ഷികൾ. ഭരണ തുടർച്ചയാണ് BJP-യുടെ പ്രതീക്ഷ.
10 വർഷത്തെ BJP ഭരണം. പറയാനുള്ളത് നിരവധി വികസന പ്രവർത്തനങ്ങൾ. മാലിന്യ സംസ്കരണം, ആരോഗ്യമേഖല, ഗതാഗത മേഖല, വിദ്യാഭ്യാസ മേഖല, കാർഷിക മേഖല, കായിക മേഖല തുടങ്ങി MP-യുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചുള്ള പഞ്ചായത്തിലെ സമഗ്ര വികസനം. 2015 ശേഷം അഴിമതിയും സ്വജനപക്ഷപാതവും ഇല്ലാത്ത ഭരണം ജനങ്ങൾ ആഗ്രഹിച്ചുവെന്നും 10 വർഷത്തെ ഭരണത്തെ ജനങ്ങൾ ഇരുകൈയും നീട്ടി സ്വീകരിച്ചുവെന്നും ഭരണ തുടർച്ച ലക്ഷ്യവും ആത്മവിശ്വാസവുമാണെന്നും BJP പറയുന്നു. കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് സമഗ്രമായ മാറ്റം അവണിശ്ശേരിയിൽ കൊണ്ടുവരാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് കഴിഞ്ഞു. 50 ലക്ഷം രൂപ ചിലവഴിച്ചുകൊണ്ട് മെറ്റീരിയൽ കളക്ഷൻ സെന്റർ നിർമ്മാണം പൂർത്തിയാവുകയാണ്. സെൻട്രൽ ഗവൺമെന്റ് ഗ്രാന്റ് ഉപയോഗിച്ച് പുതിയ ലാബ് സൗകര്യം നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ആരംഭിക്കാൻ നമുക്ക് കഴിഞ്ഞു. 1 കോടിയിൽ പരം രൂപ ചെലവഴിച്ച് 5 പൊതുകുളങ്ങൾ പഞ്ചായത്തിൽ നവീകരണം പൂർത്തിയായിരിക്കുന്നു. കൂടാതെ സുരേഷ് ഗോപി MP-യുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് പുതിയ അങ്കണവാടി പകൽ വീട് കെട്ടിടം നമ്മൾ നിർമ്മിച്ചു കഴിഞ്ഞു. 14 വാർഡുകൾ ഉൾക്കൊള്ളുന്ന ചെറിയ ഗ്രാമപഞ്ചായത്താണെങ്കിലും അവണിശ്ശേരിയിലെ രാഷ്ട്രീയം എന്നും വ്യത്യസ്തത പുലർത്തിയിരുന്നു. BJP-യുടെ വികസന പ്രവർത്തന അവകാശവാദങ്ങളെ പൂർണ്ണമായും തള്ളുകയാണ് പ്രതിപക്ഷം. കേന്ദ്രത്തിൽ BJP ഭരിച്ചിട്ടും പഞ്ചായത്ത് സുരേഷ് ഗോപി ദത്തെടുത്തിട്ടും വേണ്ട രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ ലഭിച്ചില്ലെന്നാണ് കോൺഗ്രസിന്റെ പരാതി. കേന്ദ്രത്തിൽ ഭരണമുള്ളപ്പോൾ നമുക്ക് നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ഒരു ചെറുപരൽ പോലും അതിന് അനക്കാൻ വേണ്ടി തയ്യാറായില്ല. ഈ പഞ്ചായത്തിന് മുമ്പിൽ കാണുന്ന ബിൽഡിങ്ങിൽ 8 തെരുവ് നായകൾ അതിനുണ്ട്. ഈ പഞ്ചായത്ത് ഇപ്പോഴും കാണാതിന് മുമ്പിൽ തെരുവ് നായകൾ അങ്ങനെ നടക്കും. ആ തെരുവ് നായനെ നിയന്ത്രിക്കാനോ വന്ധീകരണം നടത്താനോ അതിനൊരു ഷെൽട്ടർ സ്ഥാപിക്കാനോ ഇതുവരയ്ക്കും ഈ ഭരണസമിതിക്ക് സാധിച്ചിട്ടില്ല. അവണിശ്ശേരിയിലെ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള ഇടതുമുന്നണിയുടെ കാഴ്ചപ്പാടും വ്യത്യസ്തമല്ല. നിരവധി വലിയ വികസന പ്രവർത്തനങ്ങളുടെ സാധ്യതയുണ്ടായിട്ടും ഉപയോഗപ്പെടുത്തിയില്ലെന്നാണ് CPM പറയുന്നത്. വളരെ പ്രതീക്ഷയോടെ ജനങ്ങൾ ഉറ്റുനോക്കിയ അല്ലെങ്കിൽ സുരേഷ് ഗോപി എന്ന വ്യക്തി എന്തെങ്കിലുമൊക്കെ ഈ അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിനകത്തേക്ക് കൊണ്ടുവരുമെന്നുള്ള ഒരു വലിയ ഒരു പ്രതീക്ഷ ജനങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷേ ഒരു കേന്ദ്രമന്ത്രി എന്ന നിലയിൽ ഒട്ടേറെ പദ്ധതികൾ ഈ അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും എങ്കിൽ പോലും ഒരു വലിയ ഒരു പദ്ധതി ഇവിടേക്ക് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. അവണിശ്ശേരിയുടെ വികസന പ്രവർത്തനങ്ങളിൽ മുന്നിട്ട് നിന്നത് ഇടതുപക്ഷമാണെന്ന CPI-യും പറയുന്നു. അവണിശ്ശേരിയുടെ വികസനത്തിൽ ഏത് കാലത്തും ഇടതുപക്ഷത്തിനാണ് മുന്നിലെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അടുത്തൊരു തെരഞ്ഞെടുപ്പിൽ LDF അവണിശ്ശേരി പഞ്ചായത്ത് വലിയ ഭൂരിപക്ഷത്തോടു കൂടി തന്നെ ഭരിക്കും. അതിനുള്ള സാഹചര്യമാണ് നമ്മുടെ അവണിശ്ശേരിക്കകത്തുള്ളത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ആരോപണ പ്രത്യാരോപണങ്ങൾക്കിടയിലും BJP പ്രതീക്ഷയോടെ കാണുന്ന പഞ്ചായത്താണ് അവണിശ്ശേരി. തങ്ങൾക്ക് ആകെയുള്ള പഞ്ചായത്ത് നിലനിർത്താൻ BJP-യും വർഷങ്ങളായുള്ള അധികാരം പിടിച്ചെടുക്കാൻ കോൺഗ്രസും ഇടതുപക്ഷവും അവണിശ്ശേരിയിൽ രംഗത്തിറങ്ങുകയാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ BJP-യെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമാണ് അവണിശ്ശേരി പഞ്ചായത്ത്. കഴിഞ്ഞ 10 വർഷമായി തുടർന്ന ഭരണം അത് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് BJP-യുടെ ലക്ഷ്യം. മറ്റ് കക്ഷികളെ സംബന്ധിച്ച ഈ ഭരണം എങ്ങനെയും പിടിച്ചടക്കുക എന്നതും. തൃശ്ശൂരിൽ നിന്നും A അനുരാഗിനൊപ്പം ഹരീഷ് നാരായൺ, അമൃത ന്യൂസ്.